ഓക്കെ. അപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ ഭാഗം നമുക്ക് ഈ LA പോലുള്ള സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ കുട്ടികളുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ചസ് എന്താണ്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രിയാണ്. അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസും ഗ്ലോബലാണ്. ഒരു കുട്ടി ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ അവൻ മനസ്സിൽ കാണുന്ന ഒരു ബ്ലൂ കോളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് ഉണ്ട്. ഹി സിറ്റിംഗ് സംവെയർ ആൻഡ് ഇന്ററാക്ടിങ് വിത്ത് എ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ, മേക്കിംഗ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു ജോബുണ്ട്. ആ ജോബിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ സാർ നേരത്തെ പറഞ്ഞ ചാലഞ്ചസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്. ലോജിസ്റ്റിക്സ് സംബന്ധിച്ചിടത്തോളം ഒരു 70% കമ്പനീസ് MNCs ആണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ അവർ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്ന കമ്പനികളാണ് ഇതെല്ലാം. അവിടെയെല്ലാം മലയാളികൾ വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം സ്റ്റാൻഡേർഡ്സ് മാറി, റിക്വയർമെൻറ്റ്സ് മാറി, കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് എ പ്രോബ്ലം. അവർക്ക് ക്ലയൻറ്റ് റിലേഷൻ നടത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ കയറി അവിടെ നിന്നുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകണം, അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകണം, അടുത്ത പൊസിഷനിലോട്ട് പോകണം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ കോമ്പറ്റീഷൻ അവൻ നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് അവന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല. അപ്പോൾ ലാംഗ്വേജ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം. രണ്ടാമത്തെ പ്രശ്നമാണ് കമ്പനി കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത്. ഒരു 5-10 പേര് ഒരു റൂമിൽ വർക്ക് ചെയ്യാൻ നേരത്ത് വി ഡോണ്ട് ഫേസ് മച്ച് പ്രോബ്ലം. പക്ഷേ അതേസമയം ഒരു 300-400 ആളുകൾ ഒരുമിച്ച് ഒരു റൂഫിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഇത്രയും ആളുകൾ പല കൾച്ചറിൽ നിന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പല കൺട്രീസിൽ നിന്നുള്ളവരായിരിക്കാം. അപ്പോൾ ഒരു കൾച്ചറൽ ബ്ലെൻഡിങ് അവിടെ വേണം. അപ്പം ഞങ്ങൾ ആബേ എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഹൈ എൻഡ് സർട്ടിഫിക്കേഷൻ. ഒബ്വിയസ്ലി ഇപ്പോൾ നല്ല സർട്ടിഫിക്കേഷൻ എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അതിനപ്പുറം ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് ആ കുട്ടിക്ക് കിട്ടണം, സംസാരിക്കാൻ പറ്റണം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, നല്ലൊരു വർക്കേഴ്സിൽ അറിയണം, അല്ലെങ്കിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് എങ്ങനെ ഇത് ബിഹേവിയർ, നമ്മുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയണം. അങ്ങനെ ദർ ഈസ് എ സീരീസ് ഓഫ് ഇവൻ നെറ്റ്വർക്കിംഗ്, എങ്ങനെ ജോബ് ഹണ്ട്, എങ്ങനെ ഇപ്പോൾ പല കുട്ടികൾക്കും പഠിച്ചിറങ്ങി എവിടെ ജോലിക്ക് പോകണം, എന്ത് ചെയ്യണം, ഏത് കമ്പനീനെ അപ്രോച്ച് ചെയ്യണം ഒന്നും അറിയില്ല.